അമേരിക്കയിൽ ജീവിക്കുന്ന നമുക്ക് തീർച്ചയായും അറിഞ്ഞിരിക്കേണ്ട ഒരു സുപ്രധാന വിഷയത്തെക്കുറിച്ചാണ് ലൈഫ് ഇൻഷുറൻസ്. അമേരിക്കയിൽ ജീവിക്കുന്ന മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഒരു സാമ്പത്തിക സുരക്ഷിതത്വം എന്നത് വളരെ ആസൂത്രിതമായി നമ്മൾ കെട്ടിപ്പടുക്കേണ്ട ഒന്നാണ്. ലൈഫ് ഇൻഷുറൻസ് എന്ന് കേൾക്കുമ്പോൾ തന്നെ സങ്കീർണമായ നിയമങ്ങളും വലിയ കോർപ്പറേറ്റ് കമ്പനികളുമാകും നമ്മുടെയൊക്കെ മനസ്സിൽ വരിക. എന്നാൽ ഒരു വളരെ ഈസി ആയിട്ട് ആക്കാവുന്ന രീതിയിൽ ഇത് ഞാൻ ഒന്ന് വിശദീകരിക്കാം. ആധുനിക ലൈഫ് ഇൻഷുറൻസിന്റെ ഒരു തുടക്കം എന്ന് പറയുന്നത് 17-ാം നൂറ്റാണ്ടിലെ ലണ്ടനിലെ ഒരു കോഫി ഹൗസിൽ നിന്നാണ് തുടങ്ങുന്നത്. അക്കാലത്ത് മരക്കപ്പലുകളിലെ വ്യാപാരം വലിയ ലാഭമുള്ളതും എന്നാൽ അത്ര തന്നെ റിസ്ക് നിറഞ്ഞതുമായിരുന്നു. കൊടുങ്കാറ്റും കടൽ കൊള്ളക്കാരും കാരണം കപ്പൽ നഷ്ടപ്പെട്ടാൽ ഉടമയുടെ സർവ്വസമ്പാദ്യവും പോകും. അത് ഒഴിവാക്കാൻ കപ്പൽ പുറപ്പെടുന്നതിന് മുമ്പ് ഒരു ബോർഡിൽ യാത്രയുടെ വിവരങ്ങൾ അവർ എഴുതി വെക്കുകയും ആ റിസ്ക് ഏറ്റെടുക്കാൻ തയ്യാറുള്ള സമ്പന്നർ ആ വിവരങ്ങൾക്ക് താഴെയായി അവരുടെ പേരെഴുതുകയും ചെയ്തു. ഇംഗ്ലീഷിൽ വിവരങ്ങൾക്ക് താഴെ പേരെഴുതുന്നതിന് അണ്ടർ റൈറ്റ് എന്നാണല്ലോ പറയുന്നത്. ഇൻഷുറൻസ് രംഗത്ത് നാം ഇന്നും അത് ഉപയോഗിക്കുന്നുണ്ട്. അങ്ങനെയാണ് അണ്ടർ റൈറ്റർ എന്ന വാക്ക് ഉണ്ടായത്. അന്ന് തന്നെ കപ്പലുകളെ സംരക്ഷിക്കുവാൻ നോക്കിയതുപോലെ ഇന്ന് നമ്മുടെ കുടുംബത്തിന്റെ സാമ്പത്തിക ഭദ്രത സംരക്ഷിക്കാനാണ് നാം ഇൻഷുറൻസിനെ ആശ്രയിക്കുന്നത്. മരണം എന്നത് വൈകാരികമായി വലിയൊരു നഷ്ടമാണ്. എന്നാൽ അമേരിക്ക പോലൊരു രാജ്യത്ത് ഒരു ബ്രെഡ് വിന്നറിന്റെ ഒരു മരണം അത് സൃഷ്ടിക്കുന്ന ഒരു സാമ്പത്തിക ആഘാതം നമ്മൾ വിചാരിക്കുന്നതിലും വലുതാണ്. അതൊരു ഡോമിനോ എഫക്റ്റ് പോലെയാണ്. കാരണം ഓരോന്നായി തകരുന്ന ഒരു അവസ്ഥയ്ക്ക് കാരണമാകും. ഈ പ്രധാന വരുമാനം നിലയ്ക്കുമ്പോൾ വീടിൻ്റെ മോർഗേജ് അടയ്ക്കാൻ കഴിയാതെ വരുന്നു, വീട് നഷ്ടപ്പെടുന്നു, കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനായി സ്വപ്നം കണ്ട കാര്യങ്ങളൊക്കെ വഴിമുട്ടുന്നു, പങ്കാളികളുടെ പെൻഷൻ സാധ്യതകളെ പോലും അത് ഇല്ലാതാക്കുന്നു. ഇവിടെയാണ് ഇൻഷുറൻസ് കമ്പനികൾ നൽകുന്ന ഡെത്ത് ബെനിഫിറ്റ് എന്ന വലിയൊരു തുക ഏറ്റവും അത്യാവശ്യമായ സമയത്ത് കുടുംബത്തിന് ഒരു താങ്ങായിട്ട് മാറുന്നത്. ഇനി അത് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്ന് നമുക്കൊന്ന് നോക്കാം. ഇൻഷുറൻസ് എന്നത് ഈ അപകട സാധ്യതകളെ കമ്പനിക്ക് കൈമാറുന്ന ഒരു റിസ്ക് ട്രാൻസ്ഫർ പരിപാടിയാണ്. ഈ മാത്തമാറ്റിക്സിൽ ഇതിനെ ലോ ഓഫ് ലാർജ് നമ്പേഴ്സ് എന്നാണ് പറയുന്നത്. ഇതാണ് അതിൻ്റെ ഒരു അടിസ്ഥാനം. ലക്ഷക്കണക്കിന് ആളുകൾ നൽകുന്ന ചെറിയ പ്രീമിയം തുകകൾ ഉപയോഗിച്ച് ഒരു പൂൾ ഓഫ് ഫണ്ട് രൂപീകരിക്കുന്നുണ്ട്. ആർക്കെങ്കിലും ഒരു ആവശ്യം വരുമ്പോൾ അതിൽ നിന്നും വലിയൊരു തുക നൽകാൻ ഈ കമ്പനിക്ക് ഇതുമൂലം സാധിക്കുന്നു. ഈ ഒരു സിസ്റ്റം ഉള്ളതുകൊണ്ടാണ് അത് അവർക്ക് സാധിക്കുന്നത്. എല്ലാവർക്കും ഒരേ ഇൻഷുറൻസ് പ്ലാൻ അനുയോജ്യമല്ല എന്ന് നിങ്ങളെല്ലാവരും ഓർക്കണം. നിങ്ങളുടെ കുടുംബത്തിൻ്റെ വലിപ്പം, കുട്ടികളുടെ വിദ്യാഭ്യാസം, നിലവിലുള്ള കടങ്ങൾ എന്നിവ വളരെ കൃത്യമായി വിലയിരുത്തി വേണം നമ്മൾ ഒരു പ്ലാന് തിരഞ്ഞെടുക്കാൻ. ജീവിതകാലം മുഴുവൻ കഠിനാധ്വാനം ചെയ്ത് നേടിയെടുക്കേണ്ട വലിയൊരു സമ്പാദ്യം ഒറ്റയടിക്ക് ഉണ്ടാക്കാൻ നമുക്ക് ആർക്കും കഴിയില്ല. അതുകൊണ്ട് നിങ്ങളുടെ അഭാവത്തിലും നിങ്ങളുടെ കുടുംബം കണ്ട സ്വപ്നം അമേരിക്കയിൽ തകരാതിരിക്കാൻ ഒരു ഇൻഷുറൻസ് പോളിസി ഒരു കാവൽക്കാരനായി നിങ്ങളുടെ കൂടെ ഉണ്ടാകണം. കൃത്യമായ പ്ലാനിങ്ങിലൂടെ നമ്മുടെ നാളുകളെ നമുക്ക് സുരക്ഷിതമാക്കാം. നന്ദി, നമസ്കാരം.